ഒരു സ്വാമിയാണോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാമിമാരുടെ നമ്പർ കൂടി വരികയാണ്. അന്വേഷിച്ചു കഴിയുമ്പോൾ എന്താ ഇവന്റെയൊക്കെ കഥ? 5 കൊല്ലം മുമ്പ് ഗുണ്ടാപ്പണിയായിട്ട് നടന്നവൻ. ഷിനുസ്വാമിയുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കപ്പെട്ടത് പ്രായമാകാത്ത പെൺകുട്ടി മുതൽ നിരവധി സ്ത്രീകളാണ്. ദുർമന്ത്രവാദി ഷിനുസ്വാമി പിടിയിലായതോടെയാണ് പരാതിയുമായി കൂടുതൽ ആളുകൾ രംഗത്തെത്തുന്നത്. പൂജാ മണ്ഡപവും ഭസ്മവും 8 കൈയുള്ള പ്രതിഷ്ഠ, വിവിധ രൂപങ്ങൾ, ആരെയും ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷം, ഇതൊക്കെയാണ് മന്ത്രവാദ കേന്ദ്രത്തിലെ കാഴ്ച. അമ്മച്ചിമേടിന് സമീപത്തെ ഷിനുവിന്റെ മന്ത്രവാദ കേന്ദ്രത്തിലെത്തുന്നത് സമൂഹത്തിലെ ഉന്നതരടക്കമുള്ളവരാണ്. ഭർത്താവിനെ വശത്താക്കാൻ തുടങ്ങി ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ വരെയുള്ള കാര്യങ്ങളിൽ ഇവർ ഷിനു എന്ന ദുർമന്ത്രവാദിയെ തേടിയെത്തുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ടാണ് വന്നത്, ഫാമിലി പ്രോബ്ലം ആയിട്ടാണ് വന്നത്. പക്ഷേ ആദ്യം എല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിലും പക്ഷേ എനിക്ക് ലൈഫിൽ അങ്ങനെയൊന്നും നടന്നില്ല. പിന്നെ വീണ്ടും 2ാമത്തെ പ്രാവശ്യം കൂടെ ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന വിഷയം സംബന്ധിച്ചല്ല ആളിങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ലൈംഗിക ചുവയോടെ തന്നെയാണ് സംസാരിച്ചത്. അയാൾ എനിക്ക് എല്ലാത്തിനും കൂട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആഭിചാരത്തിനായി എത്തിയ പെൺകുട്ടികളെ ഷിനു പല വിധത്തിലാണ് ദുരുപയോഗം ചെയ്യുന്നത്. ലൈംഗിക ചുവയോടെ സംസാരിക്കും, ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയുമായിരുന്നു ലൈംഗിക ചൂഷണം. സംഭവം വഷളാണെന്ന് തോന്നിയപ്പോൾ ഇറങ്ങി പോകാനുള്ള മാർഗം ഞാൻ നോക്കി. പക്ഷെ ആളെല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു. ഏകദേശം ശ്വാസം മുഖത്തടിക്കുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത്രയും ഡീപ്പായിട്ട്. ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ട ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. ഇത്തരം കഥകൾ കേട്ട് നമ്മുടെ സമൂഹം സത്യത്തിൽ മരവിച്ചു പോയി കേട്ടോ. എത്ര കണ്ടാലും കേട്ടാലും കൊണ്ടാലും നമ്മളൊരു പാഠവും പഠിക്കില്ല. ഈ കള്ളസ്വാമികൾ ഈ തട്ടിപ്പ് പരിപാടി നിർഭയം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കള്ളസന്യാസിമാരുടെ കെണിയിൽപ്പെട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, എൻ്റെ പണം തട്ടിയെടുത്തു എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് കരയും. ഇവരുടെ കെണിയിൽപ്പെടുന്ന 1% മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുകയെങ്കിലും ചെയ്യുന്നത്. ബാക്കി 99% ആൾക്കാരും ഈ അപമാനം സഹിച്ച് അല്ലെങ്കിൽ അപമാനം ഭയന്ന് പുറത്തു പറയില്ല. കഷ്ടമെന്നല്ലാണ്ട് എന്ത് പറയാനാ? 100% സാക്ഷരതയുണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇന്ന് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതേപോലെ 100 കണക്കിന് കഥകൾ നമ്മൾ ഈ സമീപ ഭാവിയിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം, അത്തരം കഥകളൊക്കെ നമുക്കൊന്ന് വഴിയെ പറയാം. അന്ധവിശ്വാസത്തിനെതിരെ നിയമനിർമ്മാണം നടത്തുമെന്ന് വലിയ വീമ്പ് പറഞ്ഞൊരു പുരോഗമന സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നുണ്ട്. ഒരു ചുക്കും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഹൈക്കോടതി പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായി നിയമനിർമ്മാണം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളതിൻ്റെ കരട് രേഖ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. സത്യത്തിൽ അവർക്ക് ഭയമാണ്. കാരണം ഇത് വിശ്വാസത്തിൽ തൊട്ടുകളിക്കുകയാണ്. വിശ്വാസമേത് അന്ധവിശ്വാസമേത് എന്ന് വേർതിരിച്ചറിയാൻ ഈ സമൂഹത്തിൽ വലിയ പാടാണ്. കാരണം അത്തരം എന്തെങ്കിലും ഒരു നിർമ്മാണം ഉണ്ടാക്കുകയും അതനുസരിച്ച് എന്തെങ്കിലും നടപടിയെടുക്കുകയും ചെയ്തു തുടങ്ങിയാൽ ഇവിടുത്തെ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഒന്നടങ്കം തെരുവിലിറങ്ങി തേനീച്ചക്കൂട്ടങ്ങളെപ്പോലെ ഈ ഗവൺമെൻറ്റിനെ ആക്രമിക്കുമെന്ന് അവർക്കറിയാം. ഈ സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉണ്ടാക്കിയെടുക്കും അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഭയന്ന് വിറങ്ങല്ലിച്ച് നിൽക്കുകയാണെന്നുള്ളതാണ് സത്യം. കാരണം ഒരു 10, 30 കൊല്ലം 40 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു സാമൂഹിക പരിവർത്തനത്തിൻ്റെ പുരോഗമന ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു തലമുറയുടെ കാലഘട്ടമേ അല്ല ഇന്ന്. ആ തലമുറ മാറി വിശ്വാസ സംരക്ഷണത്തിനും ആചാര സംരക്ഷണത്തിനുമൊക്കെ വേണ്ടി തെരുവിലിറങ്ങി മുറവിളി കൂട്ടുന്ന ഒരു വലിയ മാറ്റമാണ് ഇന്നത്തെ തലമുറ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒരു പിന്നോട്ട് നടത്തമാണെന്ന് ചിലർ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഈ വലിയ പാരമ്പര്യമാണ്, സംസ്കാരമാണ്, അതുകൊണ്ട് ഇതിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ വളരേണ്ടത് എന്നൊക്കെ പറയുന്നിടത്താണ് ഈ കള്ളസന്യാസിമാർക്ക് വിലസാനുള്ള അവസരം കിട്ടുന്നത്. അവർ ദൈവങ്ങളെ വെച്ച് പൂജകൾ നടത്തി തൻ്റെ വലിയ മോഹങ്ങൾ നൽകി പരീക്ഷകളിൽ വിജയിക്കാൻ, ധനം സമ്പാദിക്കാൻ, കല്യാണം നടക്കാൻ, അങ്ങനെ ഈ വലിയ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പൂജ നടത്തിയാൽ എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് കാഷായ വസ്ത്രമിട്ട് പുരോഹിതവർഗം, അതിന് മതവും ഒന്നും പറ്റിയ എല്ലാ മതങ്ങളിലും ഇത്തരം കള്ളനാണയങ്ങളുണ്ട്. അത്തരം കഥകൾ നിരവധി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാർത്തകൾ കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അതൊക്കെ ഉണ്ടായാലും നമ്മൾ ഈ
പിന്നെ സൈബർ പിന്നെ ഇതൊക്കെ തട്ടിപ്പൊക്കെ നടന്നാലും എത്ര ഉന്നതരാണ് വലിയ തട്ടിപ്പിനിടയാക്കുന്നത്. നമ്മുടെ സമൂഹം പഠിക്കുന്നില്ല. എത്ര കണ്ടാലും പഠിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളത് പറയുന്നതിൽ വലിയ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊരു കഷ്ടമാണ്. ഈ വാർത്ത കേട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. ഒരു കുട്ടി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ വേണ്ടി ഈ കള്ളസന്യാസർ മുമ്പിൽ ചെന്ന് പൂജയ്ക്ക് ഇരുന്ന് കൊടുത്ത് അവൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കും. അവൻ നല്ല യുവത്വമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ ബയോളജിക്കൽ നീഡ് അവന് പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അവൻ എങ്ങനെയാണ് അടക്കി പിടിച്ചിരിക്കാൻ കഴിയുക? അങ്ങനെ സാധ്യമാവൂ ഒരു മനുഷ്യന്? അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണ്, ഞാൻ അതാണ് ഇതാണ് ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാണെങ്കിൽ, ഈ സ്ത്രീയാണെങ്കിലും പുരുഷനായാലും ബയോളജിക്കലി ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ചില ഹോർമോണുകളുണ്ട്. അത് എങ്ങനെ അടക്കി പിടിച്ചിരുത്തും എന്നുള്ളത് മനഃശാസ്ത്രജ്ഞർ പറയേണ്ടതാണ്. അങ്ങനെ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 99% കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്തരത്തിലാണ് അവരുടെ ഈ വിധികളും പൂജകളും എല്ലാം നടക്കുന്നതെന്നറിയാം. പക്ഷേ നാളെയും ഇത് ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കള്ളസന്യാസിമാരുടെ ഒരു സുവർണ്ണ കാലഘട്ടമാണിത്. മനുഷ്യൻ്റെ ഈശ്വരാരാധനയും വിശ്വാസമൊക്കെ മുതലെടുത്ത സമൂഹത്തിലെ വലിയ വിദ്യാസമ്പന്നരും വലിയ നിലയിലും വിലയിലുമുള്ള സ്ഥാനങ്ങളിലിരുന്ന പ്രഗത്ഭരടക്കം ഈ കള്ളനാണയങ്ങളുടെ വലയിൽപ്പെട്ട് വിലപിക്കും. ഇനിയും ഈ കഥ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയായിട്ടുള്ള കഥയും അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പുറകിൽ അണിനിരന്നത് ആരൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. കൊല്ലത്ത് നടന്ന ഒരു നരബലിയുടെ കഥ അറിയാലോ നമുക്ക്. ഈ അടുത്ത കാലത്ത് ഈ പണമുണ്ടാക്കാനുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡൽഹിയിലെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സ്വാമി വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചെയ്തെന്ന് നമുക്കറിയാം. കേരളത്തിൽ നിന്ന് ലണ്ടനിൽ പോയി ലൈംഗികമായ അതിക്രമത്തിന് അറസ്റ്റിലായ ഒരു ജിലേബി സ്വാമിയുടെ കഥ പുറത്തു വന്നിട്ട് അധികകാലമായിട്ടില്ല. അങ്ങനെ നിരവധി സംഭവങ്ങളുടെ ഉദാഹരണങ്ങൾ നിരത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. അത്തരം കഥകൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സങ്കടകരമായ അവസ്ഥ. ഇത്തരക്കാരെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ചില തൽപര കക്ഷികൾക്ക് ശക്തി കിട്ടിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം കടന്നു പോകുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അത് പരമദയനീയമായ അവസ്ഥയാണ്. എന്നാണ് നമ്മുടെ സമൂഹം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത് എങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഒരു സ്വാമിയാണോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാമിമാരുടെ നമ്പർ കൂടി വരികയാണ്. അന്വേഷിച്ച് കഴിയുമ്പോൾ എന്താ ഇവന്റെയൊക്കെ കഥ? 5 കൊല്ലം മുമ്പ് ഗുണ്ടാപ്പണിയായിട്ട് നടന്നവൻ ഷേവ് ചെയ്യാതെ വന്നപ്പോ താടി വളർന്നു. ഷേവ് ചെയ്യാതിരുന്ന പിന്നെ താടി വളരുക. ഇങ്ങനെ താടിയായിട്ട് ഉടനെ തന്നെ സ്വാമി ഗിബി എന്നുള്ള പേര് വിട്ട്